അപ്പോൾ എന്നും വള്ളത്തിൽ മത്തിക്കറിയല്ലേ വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് മത്തി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ മത്തിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി പാത്രം വെച്ച് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ചിട്ട് നമുക്ക് മത്തി തട്ടിയിട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് അതിൻ്റെ മാംസം മാത്രം പിച്ചെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രം വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാടി കിട്ടും. ഇനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വാടിയിട്ടുണ്ട് നല്ലതുപോലെ. ഇനി കുറച്ച് മല്ലിപ്പൊടി ഒരുപാടൊന്നും എടുത്തിട്ട് ഒരു ലേശം ഇട്ടിട്ടുള്ളൂ. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പിച്ചി വെച്ചേക്കുന്ന മത്തി തട്ടിയിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മത്തി ചമ്മന്തി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഓരോരുത്തർക്കായിട്ട് വിളമ്പി കൊടുക്കാം. ഓരോരുത്തർ ചോറുമൊക്കെ മേടിച്ച് വന്ന് മത്തി ചമ്മന്തി മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ വള്ളത്തിലിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുവാണേ. ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കട്ടെ. മത്തി ചമ്മന്തിയും ചോറും സൂപ്പർ ടേസ്റ്റാണേ.